എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് രേണു സുധിയുടെ അന്തങ്ങൾക്ക് വേണ്ടിയാണ്. അന്തങ്ങൾ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അല്ലേ. രേണുവിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ മാത്രം ഓടി വന്നിട്ട് നെഗറ്റീവ് പറയുന്ന കുറേ ടീമുകളുണ്ട്. എന്നാൽ വേറെ റെലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ സംസാരിക്കാറുണ്ട്. അത്രയും അതായത് പബ്ലിക്കിനോട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അവിടെയൊന്നും ഈ ടീമുകൾ കാണാറില്ല. രേണു എന്ന് കേട്ട് കഴിഞ്ഞാൽ ഓടി വരും. നിനക്ക് വേറെ പണിയില്ലടാ, നിനക്കൊക്കെ വല്ല ജോലിക്ക് പോകൂടാ, നിനക്ക് എന്താണ് ലോഡിങ്ങിന് പോകൂടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ പറയുന്നവർക്ക് പ്രത്യേകിച്ച് പണിയില്ലാഞ്ഞിട്ടാണോ രേണു എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓടി വരുന്നത്? ഇനി നിങ്ങളുടെ കൊച്ചമ്മയ്ക്ക് ആരെ വേണമെങ്കിലും എന്തും പറയാം. പക്ഷേ കൊച്ചമ്മ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചമ്മയുടെ കിങ്കര പട്ടാളങ്ങൾ ഓടി വന്നിട്ട് തെറി പറയാൻ തുടങ്ങും. കുലുങ്ങിലെ മക്കളെ, നിങ്ങൾ എത്രയൊക്കെ തെറി പറഞ്ഞാലും രേണു കാണിച്ചു കൂട്ടുന്ന തോന്നിയവാസങ്ങളും വിളിച്ചു പറയുന്ന തോന്നിയവാസങ്ങളും ഞങ്ങളെടുത്ത് വെച്ച് സംസാരിക്കും. അതിനൊരു സംശയവും വേണ്ട. നീക്ക് ഇനി എത്രയൊക്കെ ചാടി തുള്ളിയാലും അതുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഏതൊരു സ്ഥലത്ത് എന്തോ ഇനാഗുറേഷന് പോയ സമയത്ത് വാലയെ തൂങ്ങി കിടക്കുന്ന കുറേ മീഡിയക്കാരന്മാരുണ്ടല്ലോ, അതിലിപ്പോൾ സ്ഥിരമായിട്ട് ഒരുത്തൻ്റെ വോയിസ് മാത്രം കേൾക്കുന്നുണ്ട്. ഇപ്പോൾ സ്ഥിരമായിട്ട് അവൻ തന്നെയാണ് എല്ലാ ഇൻ്റർവ്യൂവിലും സംസാരിക്കുന്നതും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ചോദ്യങ്ങൾ എഴുതി കൊടുത്ത് ചോദിപ്പിക്കുന്നതാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ചോദ്യം നമുക്കൊന്ന് കേട്ട് നോക്കാം, എന്താണ് പറയുന്നത്. അതിന് കൊച്ചമ്മയുടെ മറുപടിയും കൂടെ ഒന്ന് കേൾക്കണം. കൊച്ചമ്മയ്ക്ക് ആരും എന്തും പറയാം, പക്ഷേ കൊച്ചമ്മ ആരും ഒന്നും പറയാൻ പാടില്ല. കൊച്ചമ്മ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചമ്മയ്ക്ക് കാര്യം കൊള്ളും. അതാണ് ഇപ്പോഴത്തെ സീൻ. ഇന്നലെ പറയുന്നത് കേട്ടോ, എന്തോ 290 രൂപയ്ക്ക് നിങ്ങൾ റീചാർജ് ചെയ്തിട്ട് നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ഇട്ടോളൂ, രേണു സുധി താഴത്തിലടാ, ഫ്ലവർ അല്ല ഫയർ ആണ് എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇവിടെ നമ്മുടെ അനുമോളും രേണു സുധിയും തമ്മിൽ സ്വരച്ചേർച്ച എന്നൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞിട്ട് ഇയാൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം തന്നെ തെറ്റാണ്, അത് വേറെ കാര്യം. നമുക്കെന്തായാലും ചോദ്യവും ഉത്തരമൊക്കെ ഒന്ന് കേൾക്കാം. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒപ്പം എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് വന്നൊരു കമൻറ്റും കൂടി എടുത്ത് വെച്ച് സംസാരിക്കേണ്ട. കമൻറ്റ് വളരെ റെലവൻ്റ് ആയ ഒരു കമൻറ്റാണ്, അതും കൂടി സംസാരിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. ഇനി അനു ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. മാസ് മറുപടി ആയിപ്പോയി മക്കളെ, ഒന്നും പറയാനില്ല. ഗംഭീര മറുപടിയാണ് അനു കൊടുത്തേക്കുന്നത്. അതും നമുക്ക് കേൾക്കാനുണ്ട്. നമുക്ക് എന്തായാലും ഈ ചോദ്യം ഒന്ന് കേൾക്കാം. ബിഗ് ബോസിൽ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ തമ്മിൽ ചെറിയ സ്വരച്ചാർച്ച ഉണ്ട് എന്നൊരു ഭയങ്കരമായിട്ടൊരു മോനെ, സ്വരച്ചേർച്ച ഉണ്ടെന്നല്ല ചോദിക്കേണ്ടത്, സ്വരച്ചേർച്ച ഇല്ലായ്മയുണ്ട് എന്നാണ് പറയേണ്ടത്. ഈ സ്വരച്ചേർച്ച ഉണ്ടെന്ന് പറയുമ്പോഴേക്കും ഇവർ തമ്മിൽ വലിയ പ്രശ്നമില്ല എന്ന മീനിങ്. സ്വരച്ചേർച്ച ഇല്ലായ്മയുണ്ടല്ലോ എന്നാണ് ചോദിക്കേണ്ടത്. നിനക്ക് എഴുതി തന്നയാൾ പ്രോപ്പറായിട്ട് എഴുതി തരാത്തതിന്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും ആവട്ടെ, കൊച്ചമ്മയുടെ മറുപടി കേൾക്കാം. പറയട്ടെ, ഇന്ന് ബിഗ് ബോസിൽ ബിന്നിയുടെ പ്രോഗ്രാം എന്തോ നടക്കുന്നു. എല്ലാവരും അനുമോളുണ്ടായിരുന്നു. അല്ല, കൊച്ചമ്മയോടുള്ള ചോദ്യം അതല്ലായിരുന്നല്ലോ. ബിഗ് ബോസിൽ ഇറങ്ങിയിട്ട് കൊച്ചമ്മയും അനുമോളും തമ്മിൽ സ്വരച്ചേർച്ച ഉണ്ടോ, സ്വരച്ചേർച്ച ഇല്ലായ്മയുണ്ടോ എന്നൊക്കെയല്ലേ ചോദ്യം. കൊച്ചമ്മയുടെ കൊടുത്ത മറുപടി എന്താണ്? എന്തിനാ ബിന്നിയെ വിളിക്കാൻ പോകുന്നത്? എന്തിനാ ബിന്നിയുടെ ഷോപ്പിൽ വിളിക്കാൻ പോകുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ തമ്മിൽ മിണ്ടോ മിണ്ടില്ലയോ, അതല്ലേ ചോദ്യം. അപ്പോൾ ആവശ്യമില്ലാണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുക ഇത് കൊച്ചമ്മയുടെ ഒരു ഹോബിയാണ്, പ്രത്യേകിച്ച് അനുവിൻ്റെ കേസിൽ. ഇതിന് മുൻപ് ഒരു ദിവസം ഏതൊരു മീഡിയക്കാരൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അനുമോളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അനുമോളെ വിളിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും അനുമോളെ വിളിക്കാറില്ല. ബാക്കി ഞാൻ ഇവരെയൊക്കെ വിളിക്കാറുണ്ട്, പക്ഷേ അനുമോളെ ഞാൻ വിളിക്കാറില്ല. ആ കൊച്ചിൻ്റെ ഭാഗ്യം എന്നുണ്ടെങ്കിൽ പറയാം, രേണു അനുമോളെ വിളിക്കാത്തത്. ഞാൻ ചോദിക്കട്ടെ, അതിന് മുന്നേ പല പല പ്രോഗ്രാമുകൾ വന്നു. ഒന്നെങ്കിൽ ഞാനപ്പോൾ ദുബായിൽ പോയി കഴിഞ്ഞു, ഇവരെല്ലാം ഒന്നിച്ചു കൂടി. എനിക്ക് ഒരു പ്രോഗ്രാം എന്നെ എന്നെ വിളിച്ചായിരുന്നു. അപ്പൊ ഇത് എന്റെ മാനേജർ ഈ പ്രോഗ്രാം കൺഫേം ആക്കി. കൊച്ചമ്മയ്ക്ക് ഭയങ്കര ബിസിയാണ്. കൊച്ചമ്മയ്ക്ക് മാത്രമേ ബിസിയുള്ളൂ. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ ആർക്കും ജോലിയും കൂലിയൊന്നുമില്ല. കൊച്ചമ്മയ്ക്ക് മാത്രം ഭയങ്കര തിരക്കാണ്. സമ്മതിക്കണം മോളെ, ഇങ്ങനെ വന്നിരുന്ന് ഏറി കയറാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇട്ടുകൊടുക്കാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ. എനിക്ക് ഈ അന്തം ഫാൻസിനോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ആദ്യം നിലക്കിരുത്തേണ്ടത് ഈ രേണുവിൻ്റെ പുറകെ വാലുത്തൂക്കി നടക്കുന്ന മീഡിയക്കാരന്മാരാണ്, ഓൺലൈൻ മീഡിയനാണ്. അവർ പോയിട്ട് ഇന്നേ വരെ ഈ രേണുവിൻ്റെ ഒരു വർക്കിനെ കുറിച്ച്, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ്, ഇന്നേ വരെ ഒരു വർക്കിനെ കുറിച്ച് അവർ ചോദിച്ചിട്ടുണ്ടോ? എല്ലാം എന്താണ് കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റ് മാത്രം. രേണുവിനെ അവരങ്ങനെ പറഞ്ഞില്ലേ, രേണുവിനെ ഇവരിങ്ങനെ പറഞ്ഞില്ലേ, രേണുവിൻ്റെ ട്രൗസറിൻ്റെ നിറം എന്താണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവന്മാരെ നിലക്കിരുത്താനുള്ള തൻ്റെ ഇടം ഉണ്ടോ, ധൈര്യമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഇങ്ങോട്ടുണ്ടാക്കാൻ വരണ്ട. അന്തങ്ങളോട് പറയുന്നതാണേ, മനസ്സിലായോ? നിങ്ങൾ അവരെ ആദ്യം നിലയ്ക്ക് നിർത്ത്. അല്ലെങ്കിൽ രേണുവിനോട് പറയും, രേണു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മീഡിയയുടെ മുന്നിൽ സംസാരിക്കരുത്. രേണുവിനോട് ചോദിക്കുന്നെങ്കിൽ ആ ചോദ്യത്തിന് മാത്രം ഉത്തരം കൊടുക്കുക. അല്ലാണ്ട് അനാവശ്യമായിട്ട് കാട് കയറി വിവാദത്തിന് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാതിരിക്കുക എന്ന് നിങ്ങളുടെ കൊച്ചമ്മ ആദ്യം മര്യാദ പഠിപ്പിക്കുക. എന്നിട്ട് ഇങ്ങോട്ട് വാ, ഞങ്ങൾ അനുസരിക്കാം. അതാദ്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് കാണിക്കും. അല്ലാണ്ട് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല, അനുസരിക്കത്തില്ല. പിന്നെ ജോലിയും കൂലിയും ഉണ്ടോയെന്നോ അത് നിന്നൊന്ന് ബോധിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇനി ഇതിന് അനു ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വിവിധയുടെ ചാനലിലാണ് ആ വീഡിയോ വന്നത്. വിവിധയും അനുവുമായിട്ട് സംസാരിച്ചപ്പോൾ അനു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കറക്റ്റ് മറുപടിയാണ്. അനു പോകുന്നിടത്തൊന്നും മീഡിയക്കാരന്മാരെ കൊണ്ടുപോകുന്നില്ല. അനുവിന് ഇനാഗുറേഷൻ ഉണ്ടോ, അനുവിന് പ്രോഗ്രാം ഉണ്ടോ എന്ന് വേറെ ആരും അറിയിക്കേണ്ട കാര്യം അനുവിനില്ല. കാരണം അനു ബിഗ് ബോസിൽ വന്നതിന് ശേഷം അല്ല ഫെയിം ആയത്.
അനു ബിഗ് ബോസിൽ വന്നതിന് ശേഷം നല്ല സെലിബ്രിറ്റി ആയത്. കൊച്ചമ്മ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, ഞാനിപ്പോൾ സെലിബ്രിറ്റിയാണ്. ഇതിന് മുന്നൊരിക്കൽ പറയുന്നത് കേട്ടു, ഞാനങ്ങനെ സെലിബ്രിറ്റി എന്നല്ല, ഞാനൊരു സാധാരണക്കാരിയാണ്. ഇങ്ങനെ അടിക്കടി വാക്ക് മാറ്റി പറയുന്നൊരു വ്യക്തിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇപ്പോൾ പറയുന്നതല്ല നാളെ പറയുന്നത്, നാളെ പറയുന്നതല്ല അടുത്ത ആഴ്ച പറയുന്നത്, ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. എങ്ങനെ പറ്റുന്നതാവേ? ഓന്ത് പോലും ഇങ്ങനെ നിറം മാറില്ല. സത്യം, ഓന്ത് പോലും ഇങ്ങനെ നിറം മാറില്ല. അപ്പോൾ നമുക്ക് അനുവിൻ്റെ ആ ഒരു മറുപടി ഒന്ന് കേൾക്കാം. പുള്ളിക്കാരിയുടെ ചോദിക്കുന്നതിനുള്ള ഒരു ആൻസർ ആണ് പുള്ളിക്കാരി കൊടുക്കുന്നത്. എന്നാലും അവർ ചോദിച്ചു വെച്ചിരിക്കുന്നത് എന്തോ നിങ്ങൾ നമ്മൾ എന്തോ സ്വരച്ചേർച്ച. അപ്പൊ അതങ്ങനെ ചോദിക്കുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയണം. അല്ലാണ്ട് പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഇന്ന് ബിന്നിയുടെ പ്രോഗ്രാം, അതായത് ബിന്നിയുടെ ഷോപ്പിന്റെ ഇനാഗുറേഷനാണ്, ആ ഒരു ലോഞ്ചിന്, ആ കാര്യം അതോടെ പറയേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബിന്നിയുടെ പുതിയൊരു ഷോപ്പിന്റെ ലോഞ്ചിന് എന്നെ വിളിച്ചതാണ്. അന്ന് എനിക്ക് എന്റെ നാട്ടിലെ അമ്പലത്തില് എനിക്കൊരു പുരസ്കാരം ഉണ്ടായിരുന്നു, ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോവുമായിരുന്നു ഞാൻ ഓൾറെഡി നൂബിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാൻ പറ്റില്ല എന്നുള്ളത്. ഞാൻ നൂബിനെ വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്നോട് ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ രേണു അനുവും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നത്? അതായത് ഇപ്പോഴും ബിഗ് ബോസിലെ ആ ഒരു കണ്ടന്റ്, ആ ഒരു ഗെയിം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. വെറുതെ ടൈം കളഞ്ഞ് അവരുടെ ഓരോ വിലപ്പെട്ട സമയം കളഞ്ഞ് കുളിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. അത് പിന്നെ ഒരിക്കൽ എപ്പോഴെങ്കിലും അത് മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം, എന്റെ അടുത്ത് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചൊരു കാര്യമാണ്, രേണു ചേച്ചിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു വെച്ചേക്കാണ്. പിന്നെ പുള്ളിക്കാരുടെ അടുത്ത് ചോദിക്കാനുള്ള റിപ്ലൈ ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ അനുവായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അനുവായിട്ട് എന്തെങ്കിലും സ്വരച്ചേർച്ച ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് റിപ്ലൈ ആണ് കൊടുക്കേണ്ട. പക്ഷെ പുള്ളിക്കാരി പറയുന്ന വെച്ചാൽ അവിടെ അനു ഉണ്ടായിരുന്നോ, ഇവിടെ ഉണ്ടായിരുന്നോ, ഇവിടെ ആരെങ്കിലും ആയിട്ട് ഈ പറയുന്ന പോലെ ബിഗ് ബോസിലുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസുമായിട്ട് അനുവിന് കോണ്ടാക്ട് ഇല്ല അങ്ങനെയാണോ പറയേണ്ടത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഇവർക്ക് എന്താ പ്രശ്നമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മോളെ, അത് മനസ്സിലായില്ല അവരുടെ പ്രശ്നം എന്താണെന്ന്. അവർക്ക് ഇങ്ങനെ ലൈം ലൈറ്റിൽ എന്നും തിളങ്ങി നിൽക്കണം. അതിന് വേറെ ആരും തടസ്സമാവാൻ പാടില്ല. അപ്പോൾ അനുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ, അനുവിനെ കുറിച്ചൊരു ചോദ്യം വരുമ്പോഴേക്കും അയ്യോ ഇനിയിപ്പോൾ അനു എങ്ങാനും കയറി മുന്നോട്ട് നിന്നാലോ എന്ന് പേടിച്ചിട്ട് അനുവിനൊന്ന് അടിച്ചിരുത്താൻ വേണ്ടി നോക്കിയതാണ്. അതായത് മറ്റുള്ളവരുമൊക്കെ ആയിട്ട് അനുവിന് പ്രശ്നമാണ്, എനിക്ക് അവരുമായിട്ടൊന്നും പ്രശ്നമില്ല എന്ന് വരുത്തി തീർക്കാൻ കാണിക്കുന്ന ഒരു മഹാമനസ്കത. ആശാൻ്റെ ആ മഹാമനസ്കത ആരും കാണാതെ പോകരുത്. എനിക്ക് മാത്രം ഭയങ്കര ബിസിയാണ്, എനിക്ക് തിരക്കുള്ളതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ അനു തിരക്കൊന്നുമില്ല, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എന്നിട്ടും അവിടെ കണ്ടില്ല. ഇനി കണ്ടോ ഇല്ലെന്നുള്ള ഇവർക്കറിയാമോ? അവർക്കും അറിയത്തില്ല. കൊച്ചമ്മ പറഞ്ഞു വെക്കുന്നത് ഞാൻ വലിയ സെലിബ്രിറ്റിയാണ്, ബിഗ് ബോസിന് ഇറങ്ങിയിട്ട് എനിക്ക് മാത്രമേ ജോലിയും കൂലിയൊക്കെ ഉള്ളൂ, ബാക്കി എല്ലാവരും വീട്ടിലിരുന്ന് മറ്റേ പല്ലാങ്കുഴി കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് കൊച്ചമ്മ പറഞ്ഞു വെക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് ആ കമൻറ്റ് ബോക്സിലൊന്ന് പോയിട്ട് വരാം. എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്ക് താഴെ 2 കമൻറ്റ്, ഞാൻ 2 കമൻറ്റേ പറയുന്നുള്ളൂ, 2 കമൻറ്റ് ഞാനത് വായിക്കാം. എൻ്റെ കെട്ടിയോനും രേണുവിനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു രേണുവിനെ പോലെ ഞാനും നടക്കട്ടെ എന്ന്. അപ്പോൾ എന്നെ ഒരു നോട്ടം, എങ്കിൽ നീ വിവരം അറിയുമെന്ന്. എങ്ങനെയുണ്ട്? ഇതാണ് കമൻറ്റ്, ഒന്നാമത്തെ കമൻറ്റ്. നിങ്ങളൊന്ന് ആലോചിക്കുക, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ആരെങ്കിലും, ഏതെങ്കിലും ഒരു ബന്ധു, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ, അവരുടെ വേണ്ടപ്പെട്ട, വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചുപോയി, ഇപ്പോൾ ഹസ്ബൻഡ് ആയിക്കോട്ടെ, അവരെ സംരക്ഷിക്കുന്ന ഒരാൾ മരിച്ചു പോയെന്ന് വിചാരിക്കുക, അവർക്ക് 2 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. ഈ സാഹചര്യത്തിൽ രേണു ഇപ്പോൾ കാണിക്കുന്ന പോലെയൊക്കെ അവർ കാണിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ സമ്മതിക്കുമോ എന്നൊരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ഈ ചോദ്യത്തിന് വന്നൊരു മറുപടിയാണ് ഞാനിപ്പോൾ വായിച്ചത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ആരും അങ്ങനെ പോകാൻ നമ്മൾ സമ്മതിക്കത്തില്ല. അവളെ എങ്ങനെ വേണേൽ നടന്നോട്ടെ, അതൊരു വിഷയമുള്ള കാര്യമല്ല. അവൾ വയറ് കാണിക്കുകയോ, അവൾ അവിടെ കാണിക്കുകയോ, ഇവിടെ കാണിക്കുകയോ, അതൊക്കെ കാണാൻ ആൾക്കാരുണ്ടല്ലോ. പക്ഷെ നമ്മുടെ വീട്ടുകാർ പോകാൻ പാടില്ല. ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു നയം. ഓക്കെ, ഈ രേണുവിൻ്റെ അന്തങ്ങളായിട്ടുള്ള ആൾക്കാരോടും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യത്തിലേ ഉള്ളൂ, നിങ്ങളുടെ കുടുംബത്തിലുള്ള, നിങ്ങളുടെ വീട്ടിലുള്ള, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഏതെങ്കിലും ഒരാൾ മരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരാൾ ഇല്ലാതെ പോകുന്ന സമയത്ത് രേണുവിനെ പോലെ നിങ്ങൾ അങ്ങനെ നടക്കാൻ ആഗ്രഹിക്കുമോ? ആ കുഞ്ഞിനെ കെയർ ചെയ്യാതെ, ഒരു 5 വയസ്സുള്ള കുട്ടിയാണ്, ആ കുട്ടിക്ക് ഇപ്പോൾ അമ്മയുടെ സംരക്ഷണമാണ് വേണ്ടത്, അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ അല്ല. ഇവർ ജോലിക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ ഇവർ ഇനാഗുറേഷന് പോകുന്നതിനോ ഇവർ അഭിനയിക്കാൻ പോകുന്നതിനോ ഒന്നും ആരും തടസ്സം പറഞ്ഞിട്ടില്ല, ഒരാളും അത് വേണ്ടെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ പോകുന്നിടത്തെല്ലാം മീഡിയനെയും വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ പ്രഹസനം കാണിച്ച് അവിടെയുള്ള തോന്നിവാസങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവരെ ഇട്ടുകൊടുത്ത് അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ഇതിനെയാണ് സോഷ്യൽ മീഡിയ ചോദ്യം ചെയ്യുന്നത്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ചോദ്യം ചെയ്യുന്നത്. അല്ലാണ്ട് നീയൊക്കെ വിചാരിക്കുന്ന പോലെ രേണുവിനോട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ആർക്കും ഒരു ദേഷ്യമില്ല.
അതൊക്കെ നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണയാണ്. പിന്നെ രേണുവിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ മാത്രമാണ് നീയൊക്കെ വന്നിട്ട് കുരയ്ക്കുന്നത്. അതെന്താ അങ്ങനെ? വേറെ എത്രയോ വീഡിയോകൾ നമ്മുടെയൊക്കെ ചാനലിലുണ്ട്. പല 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 ടോപ്പിക്കുകൾ സംസാരിക്കുന്നുണ്ട്. അവിടെയൊന്നും വന്ന് നിൻ്റെ ഒന്നും കുരക്കൽ കാണുന്നില്ലല്ലോ. അതെന്താ കാണാത്തത്? രേണുവിൻ്റെ വീഡിയോ കാണുമ്പോൾ മാത്രം ഓടി വന്നിട്ട് കുരയ്ക്കാൻ തുടങ്ങും. അത് രേണു വളർത്തുന്ന നായ്ക്കാലികൾ എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അത്രേ ഞാൻ പറയുള്ളൂ. രേണു വളർത്തുന്ന നായ്ക്കാലികൾ. നിങ്ങൾ നിങ്ങളുടെ പണിയെടുത്തോളൂ, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഞാൻ അടുത്തൊരു കമൻറ്റ് വായിക്കാം. യു സെഡ് ഇറ്റ് ബ്രോ. ആ ഇൻഷുറൻസ് തുക കയ്യിൽ കിട്ടുന്നത് വരെയുള്ളൂ ഈ ട്രോമ പറച്ചിൽ. ബ്രോ പറഞ്ഞത് വളരെ കറക്റ്റാണ്. സുധി ഉള്ളപ്പോൾ റീൽസും ടിക്ടോക്കിലും ഒക്കെയായി ഒതുക്കി വച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് സുധിയുടെ ഫെയിം കണ്ട് തന്നെ സുധിയെ വലയിലാക്കിയതാണെന്നാണ്. ഭാര്യയായി കഴിഞ്ഞാൽ ഫേമസ് ആകാമെന്നും പല അവസരങ്ങളും കിട്ടുമെന്നും വിചാരിച്ച് കാണും. ബട്ട് സുധി ആ ലെവലിൽ കൊണ്ടുപോയില്ല. നിങ്ങളൊക്കെ വിചാരിക്കുന്നതിനപ്പുറമാണ് രേണു. ഒന്നുകൂടി സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാവും. ഇപ്പോഴല്ല, കുറച്ച് പുറകിലോട്ട് പോകണം. രേണു ഈ കളത്തിലിറങ്ങി കളിക്കാൻ തീരുമാനിച്ചിട്ട് അത് വെൽ പ്ലാൻഡായി എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടും കാലങ്ങളേറെയായി. കൃത്യമായി പറഞ്ഞാൽ മറ്റൊരാളും ചിന്തിക്കാത്ത സമയത്ത് തുടങ്ങിയതാണ്. 1-2 കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ കുറിക്കുന്നു. 1, രേണു ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് സുധിച്ചേട്ടൻ്റെ മരണം അറിയുന്നത് അപ്പുറത്തെ വീട്ടിലെ ആരോ ബോഡി എങ്ങോട്ടാണ് കൊണ്ടുവരുന്നതെന്നോ എപ്പോഴാണ് കൊണ്ടുവരുന്നതെന്നോ മറ്റോ ചോദിച്ചപ്പോഴാണെന്ന്. അപ്പോൾ തന്നെ ഞാൻ ഇട്ടിരുന്ന മോശം ഡ്രസ്സൊക്കെ മാറ്റി വേറെ ഡ്രസ്സ് ഇട്ടുവെന്ന്. 2, ഇനി പോയി സുധിയുടെ മരണസമയത്തെ വീഡിയോ ഒന്ന് കാണൂ. അതിലുണ്ട് കരയുമ്പോൾ ക്യാമറ ഫോക്കസ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നത്. അന്നേ തുടങ്ങിയതാ ഈ വൈറൽ ആവാനുള്ള അഭിനയം. ട്രോമയാണത്രേ, ട്രോമ. ഇനി 3, ഇനി ആ പെർഫ്യൂമിൻ്റെ കാര്യം. ലക്ഷ്മി നക്ഷത്ര പറയുന്നുണ്ട് ഇത് ഞാൻ വീഡിയോയിൽ കാണിക്കണം എന്നുദ്ദേശിച്ചതല്ല. രേണു ചേച്ചിയാണ് പറഞ്ഞത് വീഡിയോ എടുക്കാൻ. എന്നെപ്പോലെ വിഷമിക്കുന്ന ആർക്കെങ്കിലും പ്രയോജനപ്പെടുമല്ലോ എന്ന്. അത് കേട്ട് നമ്മളെല്ലാവരും അത് ആ സെൻസിൽ എടുത്തു. ആർക്കും രേണുവിൻ്റെ മനസ്സിലിരിപ്പ് പിടികിട്ടിയില്ല. അതിലൂടെ വൈറലാവാനുള്ള അടുത്ത സ്റ്റെപ്പാണ് രേണു വെച്ചത്. സുധിച്ചേട്ടൻ്റെ മരണവും സുധിച്ചേട്ടനോടുള്ള സ്നേഹവും മാർക്കറ്റ് ചെയ്ത് വൈറലാവാൻ. അതൊന്ന് ആറുമ്പോഴേക്കും നെഗറ്റീവായിട്ടാണെങ്കിലും വൈറലാവാൻ ഓരോന്ന് എഴുന്നള്ളിക്കാൻ തുടങ്ങി. എല്ലാം ഈ നിമിഷം വരെ വിജയിക്കുന്നുമുണ്ട്. വേറെ ഏതെങ്കിലും വിഷയം സോഷ്യൽ മീഡിയയിൽ വന്ന് ഫീൽഡ് ഔട്ട് ആകുമെന്ന് തോന്നിയാൽ ഉടനെ കേരളം കത്തുന്ന ചൂടൻ രംഗങ്ങളോ വിഷയങ്ങളോ എടുത്തിട്ട് പിന്നെയും കയറി വരും. ഇപ്പോൾ ടെക്നിക്ക് പിടികിട്ടിയോ? ഇതാണ് കമൻറ്റ്. അപ്പോൾ അന്തങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ രേണുവിനെ മനസ്സിലാക്കിയതുപോലെ തന്നെ രേണുവിനെ മനസ്സിലാക്കുന്ന വേറെ ആൾക്കാരോടൊന്ന് മനസ്സിലായല്ലോ അല്ലേ? A to Z കാര്യങ്ങളും കറക്റ്റാണ്. ഞാൻ ആ വീഡിയോ പോയി കണ്ടു. ഏതാ സുധി മരിച്ചു കിടക്കുന്ന സമയത്ത് രേണു അടുത്തിരുന്നിട്ട് സുധിയെ നോക്കുന്നതിനോടൊപ്പം തന്നെ ക്യാമറയും നോക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഏത് രീതിയിലും വൈറലാവണമെന്ന് ചിന്തിച്ച് നടക്കുന്ന ഇപ്പോൾ സ്വയം സെലിബ്രിറ്റിയാണ്. എനിവേ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ രേണുവിൻ്റെ അന്ധങ്ങളായിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് ഇനിയെങ്കിലും ബോധം വരുമോ എന്ന് എനിക്കറിയില്ല. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അന്ധമായിട്ട് ന്യായീകരിക്കുന്നത് എനിക്കറിയത്തില്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞു, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആർക്കും രേണുവിനോട് യാതൊരു വിദ്വേഷവുമില്ല. പക്ഷേ രേണു കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ അത് വിളിച്ച് പറയുക തന്നെ ചെയ്യും. അതിനൊരു സംശയവും വേണ്ട. 1-2 പേരുകൾ ഞാൻ പറയാം. ഒരു നിഖിൽ, ഒരു കാർത്തിക്, ഒരു ബിന്ദു. ഈ 3 പേരാണ് സ്ഥിരമായിട്ട് വന്ന് കമൻറ്റ് ചെയ്യുന്നത്. രേണു തന്നെ പറയുന്നുണ്ട് ഞാൻ 1-2 പേർക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടെന്ന്. ഈ 3 പേരിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പണിയെടുത്തോളൂ, ഞങ്ങൾ ഞങ്ങളുടെ പണിയെടുക്കാം. നമുക്ക് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാം. നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യൂ, ഞങ്ങൾ വീഡിയോ ചെയ്യാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്ക് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അനുമോളെ ചൊറിയാൻ പോയി കഴിഞ്ഞാൽ അനുമോള് നല്ല വിളിച്ച് പറയും. അത് ഒരു സംശയവും വേണ്ട. അതിലൊരു ചെറിയൊരു ഡോസാണ് ഇപ്പോൾ കണ്ടത്. ഇനിയും ചൊറിയാൻ പോയി കഴിഞ്ഞാൽ രേണു വീണ്ടും വീണ്ടും ഇങ്ങനെ ശൂന്യാകാശത്തേക്ക് പറക്കാനേ സമയം ഉണ്ടാവത്തുള്ളൂ മോളെ. അതിനൊരു സംശയവും വേണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.